ബിസിനസ്സിൽ ഒരു സിമ്പിൾ റൂൾ ഉണ്ട്. ഇൻഡസ്ട്രി ഗ്രോത്ത് എല്ലാവർക്കും ബെനിഫിറ്റ് ആവാം, പക്ഷേ മാർക്കറ്റ് ഷെയർ ഗെയിൻ ക്യാപ്ചർ ചെയ്യുന്ന കുറച്ച് കമ്പനീസ് മാത്രമാണ്. ഇപ്പം ഒരു ഇൻഡസ്ട്രി 10% റേറ്റ് വളരുവാണ്, അതുപോലെ ആ ഒരു കമ്പനി നമ്മൾ നോക്കുകയാണെങ്കിൽ 20 മുതൽ 25% റേറ്റ് വളരുവാണെങ്കിൽ ആ ഒരു കമ്പനി മാർക്കറ്റ് ഷെയറിന് കൊണ്ട് മാത്രം ഇവിടെ വളർന്നതല്ല, അവരുടെ കോമ്പറ്റേറ്റേഴ്സിന് മാർക്കറ്റ് ഷെയർ പിടിച്ചെടുത്ത് വളർന്നതും കൂടിയാണ്. ലോങ് ടേമിൽ വെൽത്ത് ക്രിയേഷൻ നടക്കുന്നത് പലപ്പോഴും ഡിമാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കമ്പനീസ് അല്ല, പകരം അവരുടെ കാറ്റഗറിയിൽ പൊസിഷൻ നിരന്തരം സ്ട്രെങ്തൻ ചെയ്യുന്ന കമ്പനീസ് കൊണ്ടാണ്. സോ നമുക്കിന്ന് അവരുടെ റെസ്പെക്റ്റീവ് സെഗ്മെന്റിൽ മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്ത 5 കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഇത് ലീഡർഷിപ്പ് ഹെഡ്ലൈൻ മാത്രമല്ല, മാർക്കറ്റ് സൈസ്, ഗ്രോത്ത് ഡ്രൈവേഴ്സ്, മാർജിൻ, ക്യാഷ് ഫ്ലോ, എക്സ്പാൻഷൻ പ്ലാൻ, റിസ്ക്, ഇതെല്ലാം നമുക്ക് ഇന്ന് അനലൈസ് ചെയ്യാം. കാരണം മാർക്കറ്റ് ഷെയർ വാല്യൂബിൾ ആവുന്നത് അത് പ്രോഫിറ്റബിളും സസ്റ്റൈനബിൾ ആവുമ്പോൾ മാത്രമാണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വരുന്നത് APL അപ്പോളോ ട്യൂബ്സ് ലിമിറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം കമ്പനി എന്താണ് ആക്ച്വലി നേടിയതെന്ന്. APL അപ്പോളോ ഇന്ത്യയാണ് HR കോയിൽ ബേസ് സ്ട്രക്ചർ സ്റ്റീൽ ട്യൂബ് മാർക്കറ്റിൽ ഏകദേശം 65% കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലെയറിന് സിംഗിൾ ഡിജിറ്റ് മാത്രമാണ് മാർക്കറ്റ് ഷെയർ ഉള്ളത്, ഏകദേശം 9%. ഒരു കാര്യം നിങ്ങളിവിടെ ഓർക്കണം, ഇത് മൊത്തം സ്റ്റീൽ മാർക്കറ്റ് അല്ല, ഇത് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഒരു സ്പെസിഫിക് സെഗ്മെന്റ് ആണ് നമ്മൾ ഈ പറയുന്നത്, HR കോയിൽ ബേസ് സ്ട്രക്ചർ ട്യൂബ്സ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിലവിലെ ടോട്ടൽ സ്റ്റീൽ കൺസംഷന്റെ ഏകദേശം 3% മാത്രമാണ് അക്കൗണ്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ മാനേജ്മെന്റ് പ്രകാരം ഈ ഒരു സെഗ്മെന്റ് 2026 ഫൈനാൻഷ്യലിൽ 5 മില്യൺ ടൺസിൽ നിന്ന് 2031 ഫൈനാൻഷ്യലിൽ 13.3 ടൺസ് ആയിട്ട് വളരും എന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതായത് 21% CAGR ഗ്രോത്ത് ആണിത്. ഇനി ഇവരുടെ ബിസിനസ് മോഡലും സിമ്പിൾ ആണ്. കമ്പനി സ്റ്റീൽ കോയിൽസ് വാങ്ങും, എന്നിട്ട് ബ്രാൻഡഡ് സ്ട്രക്ചർ സ്റ്റീൽ ട്യൂബ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് അവർ വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വഴി ഹൗസിംഗ്, കൊമേഴ്ഷ്യൽ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിലേക്ക് വിൽക്കും. ഇനി ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഡെവലപ്പ് മാർക്കറ്റിൽ യൂസേജ് എന്ന് പറയുന്നത് ഏകദേശം 9 മുതൽ 10% ആണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ 6% മാത്രമാണ്. അപ്പൊ പെനിട്രേഷൻ സ്പേസ് ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽസിലേക്ക് പോകാം. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനി 22% സെയിൽസ് CAGR, അതുപോലെ 27% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ചെറിയൊരു കൺസേൺ ഉണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാർജിനിൽ യാതൊരു മാറ്റം ഇല്ലാതെ തന്നെ നിന്നു. സ്റ്റീൽ പ്രൈസ് കുറഞ്ഞപ്പോൾ മാനേജ്മെന്റ് പ്രോഫിറ്റബിലിറ്റി ശ്രദ്ധിക്കുന്നതിന് പകരം വോളിയം ലെഡ് സ്ട്രാറ്റജി ഇവിടെ അഡോപ്റ്റ് ചെയ്തത്. അതായത് ഇൻഫോർമൽ സെക്ടറിൽ നിന്ന് മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യുന്നതാണ് അവരിവിടെ കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. ഇനിയിപ്പം നമ്മളിത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ കമ്പനി കുറച്ച് മാർജിൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ സെയിൽസ് വോളിയം നേടാൻ വേണ്ടിയിട്ട് ഇവിടെ തീരുമാനിച്ചു. ഈവൻ Q4 പോലും ഓപ്പറേറ്റിംഗ് മാർജിനും നെറ്റ് മാർജിനും വലിയ ഇംപ്രൂവ്മെന്റ് ഇവിടെ കാണിച്ചില്ല, കുറച്ച് മാത്രമാണ് ഇവിടെ മെച്ചപ്പെട്ടത്. എന്നാൽ ക്യാഷ് ഫ്ലോ ഹോം ഓപ്പറേഷൻസ് കൺസിസ്റ്റന്റ്ലി ഇവിടെ കൂടി. അതിൽ CFO ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഏകദേശം 133% ഇവിടെ എത്തി. ഇതിന്റെ ഏറ്റവും വലിയ കാരണം കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ മോഡലാണ്. അപ്പോൾ കോവിഡിന് ശേഷം APL അപ്പോളോ ഇൻഡസ്ട്രിയിലെ ട്രഡീഷണലി ഉണ്ടായിരുന്ന ക്രെഡിറ്റ് സൈക്കിളിന്റെ ഏറ്റവും വലിയൊരു ഭാഗം ഇവിടെ മാറ്റി ക്യാഷ് ആൻഡ് ക്യാരി മോഡലിലേക്ക് അഡോപ്റ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് സെയിൽസ് വളർന്നതിന്റെ ഒപ്പം ക്യാഷ് കളക്ഷൻ വളരെ വേഗത്തിലായി ഇവിടെ. അപ്പൊ കഴിഞ്ഞ 2 വർഷത്തിൽ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നല്ലപോലെ കുറഞ്ഞു. അതേസമയത്ത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഏകദേശം 13.5x ഇവിടെ ഇംപ്രൂവ് ആയി. അപ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ 2027 ഫൈനാൻഷ്യലിൽ മാനേജ്മെന്റ് 15 മുതൽ 20% വോളിയം ഗ്രോത്ത് ആണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. 20 മുതൽ 25% EBITDA ഗ്രോത്ത്, അതുപോലെ 25 മുതൽ 30% പ്രോഫിറ്റ് ഗ്രോത്തും. എന്നാൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ റിസ്ക് ഉണ്ട്. APL അപ്പോളോന്റെ ബിസിനസ് കൂടുതലും HRC സ്റ്റീൽ പ്രൈസിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റോ മെറ്റീരിയൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീൽ പ്രൈസ് ഇപ്പോൾ പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെന്ററി ലോസ് ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഇതിന്റെ ഒരു എക്സാമ്പിൾ Q2 FY25 കണ്ടിരുന്നു. അന്ന് സ്റ്റീൽ പ്രൈസിന് ടണ്ണിന് ഏകദേശം 7500 വരെ കുറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കമ്പനിക്ക് ടണ്ണ് 1981 രൂപ ഇൻവെന്ററി ലോസ് അബ്സോർവ് ചെയ്യേണ്ടതായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഇത് കാരണം EBITDA പെർ ടൺ 1821 രൂപ വരെ ഇവിടെ കുറഞ്ഞു. ഇനി നമ്മുടെ അടുത്ത കമ്പനി വരുന്നത് ഡോക്ടർ അഗർവാൾസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് ആണ്. ഡോക്ടർ അഗർവാൾസ് ഒരു ഓർഗനൈസ്ഡ് ഐ കെയർ ഹോസ്പിറ്റൽ ചെയിൻ ആണ്. ഇപ്പോൾ ഇവർ കാറ്ററാക്ട് സർജറീസ്, റിഫ്രാക്റ്റീവ് സർജറീസ്, കൺസൾട്ടേഷൻസ്, ഒപ്റ്റിക്കൽ പ്രൊഡക്ട്സ് എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. കമ്പനി മുഴുവൻ ഇന്ത്യൻ ഐ കെയർ മാർക്കറ്റിലേക്ക് ഡോമിനന്റ് അല്ല, പകരം ഓർഗനൈസ്ഡ് ഐ കെയർ സെഗ്മെന്റിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ അവരുടെ മാർക്കറ്റ് ഷെയർ ഏകദേശം 27% ആണ്. ഇന്ത്യയുടെ ഓവറോൾ ഐ കെയർ സർവീസ് മാർക്കറ്റ് 2026 ഫൈനാൻഷ്യലിൽ 48,500 കോടിയാണ്. അപ്പോൾ ഇതിൽ 12 മുതൽ 14% CAGR വളർന്നുകൊണ്ട് 2030 ആകുമ്പോഴേക്കും 76,000 മുതൽ 82,000 കോടി എത്താനാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, കമ്പനിയുടെ നിലവിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാർക്കറ്റ് സൈസിനേക്കാളും 1.5 ഇരട്ടി കൂടുതലാണ്. ഐ കെയർ സർവീസ് സ്പേസും ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ പെട്ടെന്ന് വളരുന്ന സെഗ്മെന്റിൽ ഒന്നായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സ്കെയിലിന്റെ ടേംസിൽ ഡോക്ടർ അഗർവാൾ അടുത്ത ഏറ്റവും വലിയ ഓർഗനൈസ് കോമ്പറ്റേറ്റേഴ്സിനേക്കാളും വലുതാണ് ഇവിടെ. അപ്പോൾ റവന്യൂവിന്റെ മെയിൻ പോർഷൻ സർജറീസ് എന്നാണ് ഇവിടെ വരുന്നത്. അതേസമയത്ത് ബാക്കി കോൺട്രിബ്യൂഷൻ ഒപ്റ്റിക്കൽ പ്രൊഡക്ട്സ്, കോൺടാക്ട് ലെൻസ്, ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ റിലേറ്റഡ് ഐ കെയർ സർവീസിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനി 35% സെയിൽസ് CAGR ഇവിടെ നൽകിയിട്ടുണ്ട്. അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് CAGR ഏകദേശം 34% ആണ്.
എന്നാൽ വലിയ മാർജിൻ എക്സ്പാൻഷൻ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പനി ഇപ്പോൾ വളരെ വേഗത്തിൽ പുതിയ സെന്റേഴ്സ് തുടങ്ങി നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ കഴിഞ്ഞ 4 വർഷത്തിൽ ഡോക്ടർ അഗർവാൾ 148 പുതിയ സെന്റേഴ്സ് ആഡ് ചെയ്തു. അതിൽ 2026 ഫൈനാൻഷ്യലിൽ എല്ലാ ആഴ്ചയും ഏകദേശം ഒരു പുതിയ ഫെസിലിറ്റി ഓപ്പൺ ചെയ്തു. അപ്പം പുതിയ സെന്റേഴ്സ് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ട് ഒരു ടൈം എടുക്കും. അപ്പം മെച്യൂർ ക്ലിനിക്സിന്റെ സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റി എക്സ്പാൻഷൻ കോസ്റ്റ് ഓഫ്സെറ്റ് ചെയ്യൂടെ. അപ്പൊ സെയിം ട്രെൻഡ് Q4 FY26 വിസിബിൾ ആയിരുന്നു. അപ്പോൾ റവന്യൂ 23% വളർന്നു, എന്നാൽ മാർജിൻ കൂടുതൽ സ്റ്റേബിൾ ആയിരുന്നു ഇവിടെ. അപ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ മാനേജ്മെന്റ് 20%-ലധികം റവന്യൂ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന്റെ ആദ്യത്തെ കാരണം നെറ്റ്വർക്ക് എക്സ്പാൻഷൻ ആയിരുന്നു. ഇപ്പോൾ 2027 ഫൈനാൻഷ്യലിൽ കമ്പനി 380 മുതൽ 400 കോടി ക്യാപെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവഴി അവർ 60 പുതിയ സെന്റേഴ്സ് ആഡ് ചെയ്യും. അപ്പോൾ ഇത് നെറ്റ്വർക്ക് സൈസ് ഏകദേശം 20% കൂടാം. എന്നാൽ ഇവിടെ റിസ്ക് ഉണ്ട്. വളരെ വേഗത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റിട്ടേൺ റേഷ്യോസ് ആയ ROയും ROCയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടത് മാനേജ്മെന്റ് റെമ്യൂണറേഷൻ ആണ്. ഈവൻ ഇവിടെ ഇപ്പം സ്റ്റാറ്റ്യൂട്ടറി പ്രോഫിറ്റ് കുറവാണെങ്കിലും 2025 ഫൈനാൻഷ്യല് മാനേജ്മെന്റ് റെമ്യൂണറേഷൻ ഒരു പ്രിസ്ക്രൈബ് ലിമിറ്റിന് മേലെ നിർത്താനായിട്ട് കമ്പനീസ് ആക്ടിൽ ഷെഡ്യൂൾ 5 കീഴിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടതായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ലിസ്റ്റിലെ അടുത്ത കമ്പനി വന്ന് PB ഫിൻടെക് ആണ്. ഇപ്പോൾ വെൽ നോൺ ബ്രാൻഡായ പോളിസി ബസാർ, അതിൽ പൈസ ബസാറിന്റെ പാരന്റ് കമ്പനിയാണിത്. അപ്പോൾ ആദ്യം നമുക്ക് കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ ഗെയിൻ ഒന്ന് ഡീകോഡ് ചെയ്യാം. അപ്പോൾ PB ഫിൻടെക് മനസ്സിലാക്കാനായിട്ട് ഓവറോൾ ഇൻഷുറൻസ് മാർക്കറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. ഇൻഷുറൻസ് മാർക്കറ്റിൽ പല സെഗ്മെന്റ്സ് ഉണ്ട്, ലൈക്ക് ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, മോട്ടോർ ഇൻഷുറൻസ്, അത് 2 വീലർ ഇൻഷുറൻസും. അപ്പോൾ PB ഫിൻടെക്കിന്റെ സ്ട്രെങ്ത് മൊത്തം ഇൻഷുറൻസ് മാർക്കറ്റിലേക്ക് മാത്രമല്ല ചില ഹൈ ഗ്രോത്ത് സെഗ്മെന്റ്സിലേക്കും കൂടി ഇവിടെയുണ്ട്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രഷ് റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ 2022 ഫൈനാൻഷ്യൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ 4.5% നിന്ന് 2026 ഫൈനാൻഷ്യലിൽ 18 മുതൽ 20% കൂടി. എന്നാൽ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. PBന്റെ ഹൈ മാർക്കറ്റ് ഷെയർ മൊത്തം ഇൻഷുറൻസ് മാർക്കറ്റിലേക്കല്ല, ചില സെലക്ടഡ് കാറ്റഗറീസിലേക്കും കൂടി ഉണ്ട്. കമ്പനി പ്രകാരം ഫ്രഷ് റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസിലേക്കുള്ള TAM 2026 ഫൈനാൻഷ്യൽ ഏകദേശം 13,500 മുതൽ 14,000 കോടിയാണ്. അപ്പോൾ ഫ്രഷ് ടേം ഇൻഷുറൻസിൽ PB ഡ്രൈവേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിന് ഏകദേശം 27%. അപ്പോൾ പ്രൈവറ്റ് കാർ ഇൻഷുറൻസിൽ മാർക്കറ്റ് ഷെയർ 2023 ഫൈനാൻഷ്യലിൽ 6.6% നിന്ന് 2026 ഫൈനാൻഷ്യലിൽ 8.6% എത്തി. POSP ഉൾപ്പെടുത്തിയാൽ കമ്പനിയുടെ മോട്ടോർ ഇൻഷുറൻസ് മാർക്കറ്റ് ഷെയർ 14% വരെ ഇവിടെ എത്താം. ഇപ്പോൾ 2 വീലർ ഇൻഷുറൻസിലും മാർക്കറ്റ് ഷെയർ 2024 ഫൈനാൻഷ്യലിൽ 5.6% നിന്ന് 2026 ഫൈനാൻഷ്യലിൽ 7.9% വളർന്നു. 2027 ഫൈനാൻഷ്യലിൽ ഇത് 11.8% വരെ എത്തുമെന്നാണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഓവറോൾ ഇൻഷുറൻസ് മാർക്കറ്റ് വളരെ വലുതാണ്, അതുപോലെ അണ്ടർ പെനിട്രേറ്ററും ആണ്. ലേറ്റസ്റ്റ് 2025 ഫൈനാൻഷ്യൽ ഡേറ്റ പ്രകാരം ഇന്ത്യയുടെ ഇൻഷുറൻസ് പെനിട്രേഷൻ 3.7% മാത്രമാണ്. ഇപ്പോൾ ഗ്ലോബൽ ആവറേജ് 7.3%. സോ ഇവിടെ PB ഫിൻടെക്കിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് മാർക്കറ്റ് ഷെയർ നേടുന്നത് മാത്രമല്ല, അണ്ടർ പെനിട്രേറ്റഡ് കാറ്റഗറീസ് ഓർഗനൈസ് ചെയ്യുന്നതും എക്സ്പാൻഡ് ചെയ്യുന്നതും കൂടിയാണ്. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് മോഡൽ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ PB ഫിൻടെക് ഒരു ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങാനോ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുക്കണമെങ്കിൽ 10 ഡിഫറെന്റ് ബാങ്കുകളെയോ ഇൻഷുറൻസ് കമ്പനീനെ സമീപിക്കുന്നതിന് പകരം പോളിസി ബസാർ അല്ലെങ്കിൽ പൈസ ബസാറിൽ പോയിട്ട് പ്ലാൻസ് കമ്പയർ ചെയ്ത് ഏറ്റവും നല്ല ഓപ്ഷൻസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരു കസ്റ്റമർ പ്ലാറ്റ്ഫോം വഴി ഇൻഷുറൻസ് പോളിസി വാങ്ങുകയോ ലോൺ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനിൽ നിന്ന് PB ഫിൻടെക് കമ്മീഷൻ ഏൺ ചെയ്യൂടെ. റവന്യൂ മിക്സ് ഏറ്റവും അധികം ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോളിസി ബസാറാണ്. ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 90% വരുന്നത്. അതേസമയത്ത് പൈസ ബസാർ അതുപോലെ ബാക്കിയുള്ള ബിസിനസ് ഏകദേശം 10% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കമ്പനി ഇപ്പോൾ ഇന്ത്യൻ മോഡൽ പോളിസി ബസാർ.ai വഴി UAE റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. കൂടാതെ കോർപ്പറേറ്റ് ഇൻഷുറൻസ് സെഗ്മെന്റിൽ പോളിസി ബസാർ ഫോർ ബിസിനസ് കമ്പനികൾക്കും SMEകൾക്കും വേണ്ടി ഗ്രൂപ്പ് ഹെൽത്ത്, മറൈൻ, സൈബർ, ലയബിലിറ്റി, എംപ്ലോയി ബെനിഫിറ്റ് ഇൻഷുറൻസ് പോലുള്ള ഇൻഷുറൻസ് പ്രൊഡക്ട്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇവരുടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ സെയിൽസ് കഴിഞ്ഞ 5 വർഷത്തിൽ 4.8x വളർന്നു. 2022 ഫൈനാൻഷ്യലിൽ 833 കോടിയുടെ നഷ്ടം, 2026 ഫൈനാൻഷ്യലിൽ 670 കോടിയുടെ പ്രോഫിറ്റ് ആയി. ഓപ്പറേറ്റിംഗ് മാർജിൻ ഇവിടെ ഇംപ്രൂവ് ആയി. നെഗറ്റീവിൽ നിന്ന് 2026 ഫൈനാൻഷ്യലിൽ 7% വരെ എത്തി. എന്നാൽ 2024 അതുപോലെ 2025 ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ചെയ്ത പ്രോഫിറ്റ് മെയിൻലി ഇൻവെസ്റ്റ്മെന്റ്സ് ജനറേറ്റ് ചെയ്ത അതർ ഇൻകത്തിൽ നിന്നാണ്. അപ്പോൾ മെയിൻ ബിസിനസ് ഈ ഒരു പീരീഡിൽ ലോസ് മേക്കിംഗ് തന്നെയായിരുന്നു. എന്നാൽ 2026 ഫൈനാൻഷ്യലിൽ കമ്പനി അതർ ഇൻകത്തെ ആശ്രയിക്കാതെ തന്നെ നെറ്റ് പ്രോഫിറ്റോടെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടേൺ അറൗണ്ട് വളരെയധികം മീനിങ് ആയ മാറ്റമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഗ്രോത്ത് ഔട്ട്ലുക്കിന്റെ ടേംസിൽ മാനേജ്മെന്റ് ഏകദേശം 30% ഗ്രോത്ത് ഗൈഡൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഹിസ്റ്റോറിക്കലി ഈ ഒരു ഗൈഡൻസ് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനി 2027 ഫൈനാൻഷ്യലിൽ 1000 കോടിയുടെ പാറ്റ് നേടാനുള്ള പദ്ധതിയിലാണ്. അപ്പോൾ ഇത് 2026 ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ചെയ്ത 670 കോടി പാറ്റിന്റെ ഒപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. ഇനി റിസ്ക് നമ്മൾ നോക്കിയാൽ ഇൻഷുറൻസ് കമ്മീഷൻ റെഗുലേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു മെയിൻ ഫാക്ടറാണ്. ഇപ്പം ഫ്യൂച്ചറിൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്മീഷൻ ക്യാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേക്ക് റേറ്റ്സിൽ പ്രഷർ വരാം. അപ്പോൾ ഇതുവരെ റെഗുലേറ്റർ ഒരു ഉറപ്പുള്ള തീരുമാനമോ ഒഫീഷ്യൽ അനൗൺസ്മെന്റോ ചെയ്തിട്ടില്ല. എന്നാൽ ഇത് ഇൻവെസ്റ്റേഴ്സ് മോണിറ്റർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ തന്നെയാണ്. ഇനി ഫോർത്ത് കമ്പനി വരുന്നത് RR കബേൽ ലിമിറ്റഡ് ആണ്.
പാരാർ കബേൽ പ്രധാനമായിട്ട് ബ്രാൻഡഡ് വയേഴ്സ് മുതൽ കേബിൾ കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ പ്രൊഡക്ട്സ് വീടുകൾ, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിൽ, ഫാക്ടറിയിൽ, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ വയേഴ്സ് ആൻഡ് കേബിൾ മാർക്കറ്റ് 2024 ഫൈനാൻഷ്യലിൽ ഏകദേശം 84,500 കോടി മൂല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 2027 ഫൈനാൻഷ്യലിൽ 1.2 ലക്ഷം കോടി വരെ എത്തുമെന്നാണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വർഷം തോറും ഏകദേശം 13% ഗ്രോത്ത് റേറ്റിൽ വളരുമെന്നാണ്. അപ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ കഴിഞ്ഞ 2 വർഷത്തിൽ 7.8% 9% കൂടി. ഇതിനൊപ്പം ബ്രാൻഡഡ് കമ്പനികളുടെ ഒപ്പം നടക്കുന്ന ഫോർമലൈസേഷൻ ട്രെൻഡ് ഇനിയും തുടരുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബിസിനസ് മെയിൻലി 2 സെഗ്മെന്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വയേഴ്സ് ആൻഡ് കേബിൾസും FMEGയും, അതായത് ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രിക്കൽ ഗുഡ്സും. അപ്പോൾ ഇത് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ അതൽ ഇൻഫ്രാസ്ട്രക്ചർ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ പെർഫോമൻസ് സ്ട്രോങ് ആയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനി 29% സെയിൽസ് CAGR അതുപോലെ 31% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയധികം ഗ്രോത്ത് ഉണ്ടെങ്കിലും മാർജിന് വലിയ എക്സ്പാൻഷൻ ഒന്നുമില്ല. അപ്പോൾ ഇതിന്റെ കാരണം റോ മെറ്റീരിയൽ വോളറ്റിലിറ്റി അതുപോലത്തെ FMEG സെഗ്മെന്റ് ആണ്. അപ്പോൾ കോപ്പർ അതുപോലെ അലുമിനിയം പ്രൈസ് ഷാർപ്പ് ഫ്ലക്ച്വേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മിക്കപ്പോഴും റീറ്റെയിൽ മാർക്കറ്റിലേക്ക് പ്രൈസ് ഹൈക്ക് പാസ് ചെയ്യുന്നതിലും ഇവിടെ ടൈം ലാഗ് ഉണ്ട്. അതേസമയത്ത് FMEG ബിസിനസ് പ്രോഫിറ്റബിലിറ്റി കുറയ്ക്കുന്ന ഒരു ഫാക്ടർ ആയിട്ട് ഇവിടെ തുടരുന്നുണ്ട്. എന്നാലും ലോസ് ഇവിടെ ഗ്രാജുവലി കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ Q4 പോലും റവന്യൂ ഏകദേശം 33%, പ്രോഫിറ്റ് 30% ഇവിടെ വളരുന്നുണ്ട്. പക്ഷെ മാർജിന് വലിയ മാറ്റമില്ലാതെ ഏകദേശം അതേ നിലയിൽ തന്നെയായിരുന്നു ഇവിടെ. കൂടാതെ ഇവിടെ ഇൻട്രസ്റ്റ് കോസ്റ്റും ഡിപ്രീസിയേഷൻ കോസ്റ്റും കൂടിയത് പ്രോഫിറ്റബിലിറ്റിനെ ഇവിടെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈഡും ക്ലോസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇൻവെന്ററി വാല്യൂ നല്ലപോലെ കൂടിയിട്ടുണ്ട്. മെയിൻലി കോപ്പർ അതുപോലെ അലുമിനിയം പ്രൈസ് 20 മുതൽ 30% കൂടിയത് കാരണമാണ്. അതേസമയത്ത് പേബിൾസ് ഇവിടെ കൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ മുന്നോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനി പ്രൊജക്ട് റൈസ് എന്നൊരു ആംബിഷ്യസ് പ്ലാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് വയേഴ്സ് ആൻഡ് കേബിൾ സെഗ്മെന്റിൽ 18% വോളിയം CAGR ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ FMEG സെഗ്മെന്റിൽ 25% റവന്യൂ CAGR. അപ്പോൾ ഇതിലൂടെ കമ്പനി EBITDA ഇപ്പോഴത്തെ നിലയിൽ നിന്ന് 2.5 മടങ്ങ് വരെ വളർത്താനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കമ്പനി 1200 കോടി ക്യാപെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ പണവും കേബിൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മാനേജ്മെന്റ് കണക്ക് പ്രകാരം ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഭാവിയിൽ ഏകദേശം 4500 കോടിയിലധികം നേടാനായിട്ട് കഴിയുമെന്നാണ്. അപ്പോൾ ഇതിന്റെ ഒപ്പം കമ്പനിയുടെ മൊത്തം മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഏകദേശം 1.7 മടങ്ങ് വരെ ഇവിടെ കൂടാം. എന്നാൽ ഇവിടെ റിസ്ക്കും ഉണ്ട്. മെയിൻ വയേഴ്സ് ആൻഡ് കേബിൾസ് ബിസിനസ് സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ FMEG സെഗ്മെന്റ് ഇപ്പോഴും ലോസ് മേക്കിംഗ് ആണ്. വീക്ക് ഗ്രോത്ത് അതൊരു നെഗറ്റീവ് മാർജിൻ കാരണം ബ്രേക്ക് ഈവൻ ടാർഗറ്റ് 2026 ഫൈനാൻഷ്യലിൽ നിന്ന് 2027 ഫൈനാൻഷ്യലിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മാനേജ്മെന്റ് ഗ്രോത്ത് അതിൽ മാർജിൻ ഗൈഡൻസ് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാർജിൻ മിക്കവാറും മാറ്റമില്ലാതെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് കമ്പനി വരുന്നത് ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. അപ്പോൾ ജീനസ് പവർ ഒരു സ്മാർട്ട് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. അപ്പോൾ ഇത് വീടുകളിലേക്ക് ഇലക്ട്രിസിറ്റി വിൽക്കുന്ന ഒരു കമ്പനിയല്ല, പകരം ഇവർ ഡിസ്കോംസിന് വേണ്ടി സ്മാർട്ട് മീറ്റേഴ്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, കംപ്ലീറ്റ് മീറ്ററിംഗ് സൊല്യൂഷൻസ് ഇവർ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിൽ കമ്പനിയുടെ അവാർഡഡ് ഓർഡർ മാർക്കറ്റ് ഷെയർ 2024 ഫൈനാൻഷ്യലിൽ ഏകദേശം 16 മുതൽ 17% ആയിരുന്നു. ഇപ്പം 23 മുതൽ 24% വരെ ഉയർന്നിട്ടുണ്ട്. നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ബിസിനസ് ഒന്ന് മനസ്സിലാക്കാം. ഒരു ഡിസ്കോമിന് 10 ലക്ഷം ഇലക്ട്രിസിറ്റി മീറ്ററുകൾ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ മാനുവൽ മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ സ്ലോ ആണ്, ബില്ലിംഗ് ഡിസ്പ്യൂട്ട്സ് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്, പവർ തെഫ്റ്റ് കണ്ടുപിടിക്കുന്നതൊക്കെ ഇവിടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ജീനസിന്റെ റോൾ വരുന്നത്. അപ്പോൾ കമ്പനി ജസ്റ്റ് മീറ്റർ മാനുഫാക്ചർ ചെയ്യുന്നത് മാത്രമല്ല, അവർ മൊത്തം പ്രോജക്റ്റ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് മീറ്റർ മാനുഫാക്ചർ ചെയ്യുന്ന മുതൽ ഇൻസ്റ്റലേഷൻ, ഫൈനാൻസിങ്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്ത് ഡിസ്കോമിന്റെ ബില്ലിംഗ് സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നവരെ എല്ലാം. കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഇവിടെ സ്ട്രോങ് ആണ്. അപ്പോൾ കഴിഞ്ഞ 4 വർഷത്തിൽ സെയിൽസ് 62% CAGR-ലും പ്രോഫിറ്റ് 80% CAGR-ലും ഇവിടെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കിയാൽ ഓപ്പറേറ്റിംഗ് ലിവറേജും സ്കെയിൽ ബെനിഫിറ്റ്സും കാരണം കമ്പനിയുടെ മാർജിൻ ഇവിടെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. എന്നാൽ 2026 ഫൈനാൻഷ്യലിൽ EBITDA മാർജിൻ ഡിക്ലൈൻ ആയിട്ടുണ്ട്. അതുപോലെ 19.2% തന്നെ ഇവിടെ നിന്നു. അതിനുശേഷം 2027 ഫൈനാൻഷ്യലിലേക്ക് മാനേജ്മെന്റ് ഏകദേശം 18% മാർജിൻ ഗൈഡൻസ് ആണ് ഇവിടെ നൽകിയേക്കുന്നത്. അപ്പോൾ ഈ പ്രഷറിന്റെ മെയിൻ കാരണം കൂടുതൽ പ്രൊജക്ട് എക്സിക്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റുകളിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇൻഫ്രാസ്ട്രക്ചറിന്റെ ചെലവെല്ലാം വളരെ അധികമാണ്. ഇതിന്റെ ഒപ്പം ഇലക്ട്രിസിറ്റി കോമ്പൗണ്ട്സും റോ മെറ്റീരിയൽസിന്റെ വില കൂടിയത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇവിടെ ബാധിച്ചു. ഇപ്പോൾ Q4 FY26 കമ്പനിയുടെ 63% ഇയർ ഓവർ ഇയർ ഗ്രോത്ത് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്നാൽ മാർജിൻ ഗ്രോത്ത് റിലേറ്റീവ്ലി വീക്ക് ആണ്. ബാലൻസ് ഷീറ്റ് സൈഡിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഷോർട്ട് ടേം ബോറോയിങ്സ് കൂടിയത് കാരണം 1x മേലെ പോയി. അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ബേർഡൻ കൂടിയതുകൊണ്ട് കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ തുടർച്ചയായിട്ട് മെച്ചപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് കോസ്റ്റിനേക്കാളും വളരെ വേഗത്തിൽ ഇവിടെ വളർന്നു. ഇവിടെ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ മാനേജ്മെന്റ് 2027 ഫൈനാൻഷ്യലിൽ 6000 മുതൽ 6500 കോടി റവന്യൂ ഗൈഡൻസ് ആണ് നൽകിയേക്കുന്നത്. അപ്പോൾ ഇത് 2026 ഫൈനാൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 30%-ലധികം ഗ്രോത്ത് ആണ്. അപ്പോൾ വാല്യുവേഷനും ഇൻട്രസ്റ്റിംഗ് ആണ്. സ്റ്റോക്ക് നിലവിൽ ഏകദേശം 15.4x ട്രെയിലിംഗ് പിയിലാണ് ട്രേഡ് ചെയ്യുന്നത്.
2027 ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് 30% റവന്യൂ ഗ്രോത്ത് ആണ് ഇവിടെ നൽകിയേക്കുന്നത്. അതേസമയത്ത് മാർജിനും കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് ഇവിടെ നിന്നാൽ ഫോർവേഡ് പി 11 മുതൽ 12x ഇവിടെ ചുരുങ്ങാം. അപ്പൊ ഈ ഒരു ഗ്രോത്തിന് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനിയുടെ 25,000 കോടിയിലധികമുള്ള വലിയ ഓർഡർ ബുക്ക് ആണ്. അപ്പൊ ഇത് കമ്പനിയുടെ 2026 ഫൈനാൻഷ്യൽ റവന്യൂന്റെ ഏകദേശം 5 മടങ്ങാണ്. എന്നാൽ നമുക്കിവിടെ റിസ്ക് ഉണ്ട്. കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനിയുടെ 1000 കോടിയുടെ ഹ്യൂമുലേറ്റീവ് പാറ്റ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം ഹയർ റിസീവബിൾസ് അതുപോലെ ഇൻവെന്ററി ബിൽഡപ്പ് ആണ്. പോസിറ്റീവ് സൈഡിൽ ഇൻവെന്ററി ഡേയ്സ് അതുപോലെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഇവിടെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. കാരണം പ്രൊജക്ട് എക്സിക്യൂഷനും ബില്ലിംഗ് ഇവിടെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ക്യാഷ് ഫ്ലോ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു മെയിൻ മെട്രിക് ആയിട്ട് തന്നെ തുടരും. സോ ഓവറോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു കമ്പനികൾ അവരുടെ സെഗ്മെന്റിൽ മാർക്കറ്റ് ഷെയർ കൂടുതൽ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഓരോ കമ്പനിയുടെ കാര്യം വെറും ഗ്രോത്തിനെ കുറിച്ച് മാത്രമല്ല. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് ഷെയർ ഗെയിൻ്റെ ഒപ്പം തന്നെ പ്രോഫിറ്റ് മാർജിൻ, ക്യാഷ് ഫ്ലോ, ബാലൻസ് ഷീറ്റ് സ്ട്രെങ്ത്, എക്സിക്യൂഷൻ റിസ്ക് ഇതെല്ലാം ശ്രദ്ധയോടെ തന്നെ മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഈ ഒരു 5 കമ്പനികളിൽ ഏത് കമ്പനിയാണ് ഏറ്റവും അധികം സസ്റ്റൈനബിൾ മാർക്കറ്റ് ഷെയർ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ആ താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് കവർ ചെയ്താണ്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റെയിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.